നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ YMCAയുടെ 2026-2027 വർഷത്തെ പ്രവർത്തനങ്ങളുടെയും ചാരിറ്റി പ്രോജക്റ്റുകളുടെയും ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. പ്രസിഡന്റ് റോയി ഉമ്മൻ അധ്യക്ഷത വഹിക്കുകയും സെക്രട്ടറി കെ ബാബുക്കുട്ടി സ്വാഗതം പറയുകയും ചെയ്തു. പുനലൂർ MLA C അജയ് പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AS നിസാം, ഷബ്ന അൻവർ, YMCA പുനലൂർ സബ് റീജിയൻ ചെയർമാൻ ഷിബു കെ ജോർജ്, മുൻ ചെയർമാൻ ഡോക്ടർ എബ്രഹാം മാത്യു, കുളത്തൂപ്പുഴയിലെ വിവിധ ഇടവകയിലെ വൈദിക ശ്രേഷ്ഠന്മാരായ ടിബിൻ ജോസഫ് മാത്യു ചരിവുകാലായിൽ, ജോസഫ് തോട്ടത്തിൽ കടയിൽ, റവറൻ ഫാദർ മാത്യു നൈനാൻ, ഡാനിയൽ മാത്യു, വർഗീസ് പുല്ലുവിള, ജോൺ വർഗീസ്, റോബി ചാക്കാലയിൽ, വിൽസൺ ചരിവിള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രോജക്റ്റ് പ്രകാശനം ചെയ്യുകയും വിവിധ മേഖലയിൽ ഉൾപ്പെട്ടവർക്ക് ധനസഹായ വിതരണവും നടത്തി. നമ്മുടെ പ്രവർത്തനമാണ് ഒരു സംഘടനയെ വളർത്തുന്നതും തളർത്തുന്നതും. YMCA എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ കുളത്തൂപ്പുഴ മാത്രമുള്ള പ്രസ്ഥാനമല്ല. ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ദേശീയ സംഘടന, ഇന്റർനാഷണൽ സംഘടനയാണ് YMCA, യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ. ഒരു മെമ്പറായി വരുന്നവര്, ഡയറക്ട് ബോർഡായി വരുന്നവര് എന്താണ് ഈ YMCA എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ പ്രവർത്തന രീതി എന്താണ്, ഇതിന്റെ ഭരണഘടന എന്താണ്. 1844 കേവല 23 വയസ്സുള്ള ജോർജ് വില്യംസ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ, ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് മനസ്സിലുണ്ടായ ഒരാഗ്രഹപ്രാർത്ഥന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ റൂമിലിരുന്ന് തന്റെ സഹപാഠികളോടും തന്റെ സഹപ്രവർത്തകരോടും കൂട്ടായി ആലോചിച്ച് 12 പേരടങ്ങുന്ന ഒരു സംഘം രൂപീകരിച്ച ഈ സംഘം ഇന്ന് ലോകമെമ്പാടും വളർന്ന് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ജനങ്ങൾ മെമ്പർഷിപ്പുള്ള ഒരു പ്രസ്ഥാനമായി വളർന്നു. ഇതിന്റെ ആസ്തി പോലും കണക്കാക്കാൻ സാധിക്കുന്നു. കോട്ടയമായാലും തിരുവനന്തപുരമായാലും ഈ കുളത്തൂപ്പുഴ YMCAയുടെ പേരിൽ ഒരാൾ ചെന്നാൽ നിങ്ങൾക്ക് വേണ്ടുന്ന പരിഗണന നിങ്ങളെ സംരക്ഷിക്കാൻ അവിടുത്തെ YMCA തയ്യാറാണ്. നമ്മുടെ കുളത്തൂപ്പുഴയുടെ YMCAയുടെ പ്രവർത്തനം കുറച്ചുകൂടി കാര്യക്ഷമമായി നമ്മുടെ പൂർവികർ നമ്മളെ ഏൽപ്പിച്ചേച്ചു പോയ ഈ 23.5 സെന്റ് ഭൂമിയും ഇതിൽ ഉൾക്കൊള്ളുന്ന ഈ ബിൽഡിങ്ങും ജനകീയമായ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ജോർജ് വില്യംസ് പ്രതിദാനം ചെയ്ത ആ സംഘടനയുടെ ഭരണഘടനമായ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവും. വളരെ നല്ല നിലയിലാണ് കുളത്തൂപ്പുഴയിലെ YMCAയുടെ പ്രവർത്തനം നടന്നു വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒരുപക്ഷെ YMCAയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തന കാലഘട്ടങ്ങളിലെല്ലാം ഈ YMCAയുടെ മുറ്റത്ത് തങ്കച്ചുസാദ് പലപ്പോഴും മുറ്റത്ത് പാർട്ടികളിലും മീറ്റിങ്ങുകളും യോഗങ്ങളും എല്ലാം ചേരാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ള ആളാണ്. അന്ന് മുതലേ വളരെ അച്ചടക്കത്തോടുകൂടി ഈ നാടിനോടുള്ള പ്രതിബദ്ധത നിർവഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് YMCA. ആ പ്രവർത്തനത്തിന്റെ എല്ലാം ഫലമായി വളരെ ഉത്തരവാദിത്വത്തോടുകൂടി സമൂഹത്തിന്റെ കടപ്പാട് നിർവഹിക്കുന്നതിനോടൊപ്പം ഈ നാടിന്റെ മറ്റുള്ള അത്യാവശ്യ കാര്യങ്ങളുകൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി കൂട്ടായിട്ടുള്ള യോജിച്ചുള്ള അച്ചടക്കത്തോടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഇതിന്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിൽ എനിക്ക് കാണുമ്പോൾ സന്തോഷം. ഇവിടെ ധാരാളം റൂമുകൾ അത്യാവശ്യത്തിൽ വന്നാൽ താമസിക്കാനുള്ള സൗകര്യം YMCA അത് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. പൂർവീയനായിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ ഒരധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാം ഉണ്ടാവുക. അതുപോലെ ഇപ്പോ ഒരു ഹാളുണ്ട്, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഇതിലെ YMCA ഭാരവാഹികളുടെയും അതിന്റെ ഡയറക്ടർ ബോർഡ് പ്രവർത്തനത്തിന്റെ ഫലമായി പൊതുവെ നമ്മുടെ ലോകരാജ്യത്തൊട്ടാകെ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഘടനയാണ്. എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന സംഘടനയാണ് YMCA. ഡയാലിസിസ് ചെയ്ത രോഗിയുടെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടപ്പെടുകയാണ്. ഒരുപാട് ഓരോ ദിവസവും നമ്മൾ ആശുപത്രികളിലൊക്കെ വിളിച്ചിട്ട് അവരെ ശുപാർശയൊക്കെ ചെയ്യുകയാണ്. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലുമായി
YMCA ചേർന്നുകൊണ്ട് ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇവിടെ നടപ്പിലാക്കുന്നതിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നതായി അറിയിക്കുകയാണ്. ആ ഉദ്ഘാടനം റോയി ഉമ്മൻ തന്നെ ചെയർമാൻ തന്നെ കൊടുത്തുകൊണ്ട് നിർവഹിക്കുക. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തുപുഴ.